അങ്ങനെയാണ്. അതുപോലെ ഈ സാധാരണയായിട്ട് നമ്മള് എല്ലാവരും ഹിപ്നോട്ടിസം എന്നുള്ള വാക്ക് നേരത്തെ പറഞ്ഞാൽ കറക്റ്റ് ആണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. ഹിപ്നോസിസിൽ സാധാരണ ആൾക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്, അദ്ദേഹം എന്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ വളരെ പെട്ടെന്ന് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സംഗതി വന്നു. അങ്ങനെ ഞാൻ ഡോക്ടർ മാക്ക് എന്ന ഒരാളുടെ ലൈവ് സെഷൻ കണ്ടിട്ടുണ്ട് കാലിഫോർണിയയിൽ നിന്ന്. ഞാൻ ബി.എഡിന് പഠിക്കുമ്പോഴാണ് അദ്ദേഹം ഒരു മാസ് ഹിപ്നോട്ടിസം നടത്തി. അപ്പോൾ അപ്പോഴേ അദ്ദേഹത്തിന്റെ അടുത്ത് ഞങ്ങൾ പോയി ഒരു പേഴ്സണൽ ഒരു ഇന്ററാക്ഷൻ നടത്തി. അന്നേ ഇങ്ങനെയുള്ള സംബന്ധിച്ചുള്ളത് താല്പര്യമുള്ളത്. അപ്പൊ കണ്ണുകളിൽ നിന്നൊരു വല്ലാത്തൊരു സംഗതി ഇങ്ങനെ വരുന്നതായിട്ട് നമുക്കത് ഫീൽ ചെയ്യും. അപ്പൊ ഞാനത് കൂടുതൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഈ സൈക്കോ കൈനസിസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള ഡിവൈസുകൾ കണ്ണിൽ നോക്കി ഒരൊറ്റ വ്യക്തി വേണമെങ്കിൽ എനിക്ക് മയക്കാൻ സാധിക്കും. നമ ശിവായ. എൻ്റെ കണ്ണിൽ ഒന്നും വരുന്നില്ല, ഒരു മാഗ്നറ്റുമില്ല, ഒന്നുമില്ല. പക്ഷെ എൻ്റെ പ്രാക്ടീസാണത്, ഇൻസ്റ്റന്റ് ഹിപ്നോസിന്റെ പ്രാക്ടീസ് ആണ്. അല്ലാതെ ഞാൻ ഇതിനായിട്ട് പർട്ടിക്കുലർ മെഡിറ്റേഷൻസ് അങ്ങനെ എന്തെങ്കിലും ഇൻഡ്യൂഷൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇൻഡ്യൂഷൻസ് എന്നെ വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ല, സിൽവർ മെഡിറ്റേഷന്റെ ഭാഗമായിട്ട് വരുന്ന എനിക്ക് ഇൻഡ്യൂഷൻസ് വരും ചില സമയങ്ങളിൽ. എനിക്ക് കൃത്യമായിട്ട് ഇതിനെ കുറിച്ച് ചോദിക്കാൻ കാര്യം ചില ആൾക്കാർ പ്യുവർലി സയന്റിഫിക് ആയിട്ട് മെത്തഡോളജിക്കലായിട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങേ പോലുള്ള ആൾക്കാർ അതല്ല മറ്റു പല സംഗീതങ്ങളുടെ മിക്സ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ പ്യുവർ ഹിപ്നോസിസ് എന്ന് ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല. കാരണം ഞാൻ കൂടുതലും പ്രാക്ടിക്കലും അല്ലല്ലോ ഈ പ്യുവർ ഹിപ്നോസിസ്. ടൈമാണ് പ്രശ്നം. ആർക്കാണ് സർ സമയം? ഇപ്പൊ എന്റെ അടുത്ത് വരുന്ന ഒരു ക്ലയന്റിനെ ഞാൻ 3 മണിക്കൂർ പിടിച്ച് കിടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ മിക്കവാറും അവന് വട്ടവും. അവൻ പറയും മതി പോവാമൊക്കെ പറയും. അത് ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് സൈക്കിക് ഹിപ്നോസിസ് ഞാൻ നടത്തുന്നത് വിതിൻ നോ ടൈം എനിക്ക് ആളെ കൊണ്ടുപോകാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ നടത്തി കൊടുക്കാനും സാധിക്കും. അതിനകത്ത് ചിലപ്പോൾ നമ്മൾ NLP അടിക്കും, അതിനകത്ത് ചിലപ്പോൾ നമ്മൾ സൈക്കിക്ക് മാത്രമാവില്ല, ഹിപ്നോസിസും ആഡ് ചെയ്ത് ഹിപ്നോസിസ് ആണ് ഈ ഞാൻ ഉപയോഗിക്കുന്നത്. പക്ഷെ അതിനകത്ത് നമ്മൾ പല വേരിയന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കും. അത് നോക്കൂ, നമ്മൾ ഒന്ന് നമ്മുടെ എക്സ്പീരിയൻസ് ആണ്, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ആയിരിക്കും, 10-15 വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഉണ്ടാവുന്ന എന്താണെങ്കിൽ ഞാൻ പുതിയ കാര്യങ്ങൾ ഇതിനകത്ത് കണ്ടുപിടിക്കും. എൻ്റെ ന്യൂറോ പാത്വേ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതാണ് എൻ്റെ കാര്യം, മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരു സംഭവമുണ്ട്. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി കറക്റ്റ് ആകുമ്പോൾ നമ്മുടെ ചിന്താഗതികൾ മാറി നമ്മൾ എന്നും ചെയ്യുന്ന ഒരേ കാര്യമല്ലേ സാർ. ഇപ്പൊ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഈ 3 ദിവസം കൊണ്ട് എൻ്റെ അടുത്ത് വന്ന ആൾക്കാരെ മാത്രം നോക്കി കഴിഞ്ഞാൽ എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ആ ക്യാരക്ടേഴ്സിനെ അവർക്കെല്ലാം ആവശ്യം എന്താണോ ഒന്നാണ്, അവരുടെ മനസ്സമാധാനം, മനസ്സിന്റെ സുഖം, അതല്ല ആവശ്യം. അപ്പൊ ഇവരെല്ലാം നമ്മൾ ഒരേ കാര്യത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ ഈ ആദ്യം ഉപയോഗിച്ച അതേ മെത്തേഡിനായിരിക്കും പിന്നീട് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവുക. ബട്ട് നോബഡി നോസ് ഇറ്റ്. ഈവൻ ഐ ഡോണ്ട് നോ വാട്ട് ഐ എം യൂസിങ്. അതൊരു എന്താ പറയാ, ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്, മനസ്സിലായല്ലേ? പിന്നെ കുറെ സാറ് നേരത്തെ പറഞ്ഞ പോലെ സബ്ലിമിനൽ മെസ്സേജിന്റെ കുറച്ച് ഇമ്പാക്ട് ഉണ്ടാവും, മനസ്സിലായല്ലേ? സബ്ലിമിനൽ മെസ്സേജ് എന്ന് പറയുന്നത് നമ്മള് പെട്ടെന്ന് ഒരു കാര്യം കൂടെ ചോദിക്കുന്നത്, അതായത് നമ്മുടെ ഈ പല സ്ഥലങ്ങളിലും ഈ ആക്സിഡന്റ് നോർമലി ഇവരുണ്ടല്ലോ, ഈ റോഡ് സേഫ്റ്റി അതോറിറ്റി അവരൊക്കെ ഇതിങ്ങനെ റോഡിന്റെ ഇത് എഴുതുമ്പോൾ മീൻസ് ആക്സിഡന്റ് പ്രോൺ ഏരിയാസ് അവരിങ്ങനെ തീരുമാനിക്കും. അതിന് ബെൻഡിങ് ഓഫ് ദ കർവ് അല്ലെങ്കിൽ ലൈറ്റിന്റെ ഒരു സംഗതി അല്ലെങ്കിൽ പലതരത്തിലുള്ള കാരണങ്ങൾ. പക്ഷെ ചില സ്ഥലങ്ങളിൽ അവർക്ക് അൺനോൺ ഫാക്ടേഴ്സ് എന്ന് അവർ എഴുതി വെക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ചില എന്റിറ്റീസിന്റെ പ്രസൻസിനെ കുറിച്ച് അത് നിങ്ങൾ കുറെ എന്റിറ്റീസിന്റെ പ്രസൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാനൊരിക്കൽ അന്ന് ഡിഗ്രി ലെവലിൽ പഠിച്ചുകൊണ്ടിരിക്കുക. ഐ വാസ് ഗോയിങ് ടു വയനാട്. എന്റെ ഫാദർ അവിടെ വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ ചുരം കയറിക്കൊണ്ടിരിക്കുക, യുനോ ദ റൂട്ട്. ചുരം കയറിക്കൊണ്ടിരിക്കുക, കുറച്ച് ഹെയർ പിൻസ് ഒക്കെ കയറി കഴിഞ്ഞു കാണും. ഭയങ്കര മഴ വന്നു. കയറി നിൽക്കാൻ അവിടെ കടകളോ മറ്റുള്ള ഒന്നുമില്ല, കാടാണ്. ഞാനൊരു സൈഡിൽ കയറി വലിയൊരു മരത്തിന്റെ കീഴെ ഞാൻ നിന്നു. ഓപ്പോസിറ്റ് ഒരു വണ്ടി കടന്നുപോയി. വണ്ടി കടന്നു പോകുമ്പോൾ അവിടെ ആരുമില്ല. അത് കഴിഞ്ഞപ്പോൾ ഒരു അരണ്ട വെളിച്ചം മാത്രമേ ഉള്ളൂ. സാറിന് അറിയാലേ മഴയത്ത് എങ്ങനെ ഉണ്ടാവുന്നത്. ഒരു വൃദ്ധൻ എന്നുവെച്ചൊരു പ്രായമായിട്ടുള്ളൊരു മനുഷ്യൻ വടിയും കുത്തി ലുങ്കിയൊക്കെ കൊടുത്തിട്ടുണ്ട്, നടന്നു പോകുന്നു അപ്പുറത്തെ സൈഡിൽ കൂടെ. എൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, ഞാൻ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ ഹീസ് വാക്കിംഗ്. ഈ വടി കുത്തുന്ന സൗണ്ട് എനിക്ക് കേൾക്കാം. ഇദ്ദേഹത്തിന്റെ വള്ളിച്ചെരുപ്പ, മനസ്സിലായോ? അത് അടിക്കുന്ന സൗണ്ട് എനിക്ക് കേൾക്കാം. എല്ലാം ഉണ്ട്, കൃത്യമായിട്ട് ഞാൻ കാണുന്നുണ്ട് ഈ മനുഷ്യൻ കടന്നു പോകുന്നത്.
ഒരു ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു. അതിന്റെ വെളിച്ചത്തിൽ ഞാൻ നോക്കിയപ്പോ മനുഷ്യനെ കാണാനില്ല. അത് കഴിഞ്ഞ വണ്ടി കടന്നു പോയി. അത് കഴിഞ്ഞപ്പോ വീണ്ടും കടന്നു പോകും. മനസ്സിലായോ? എനിക്ക് എക്സ്പ്ലനേഷൻ ഡോക്ടർ ബി മുരളീകൃഷ്ണൻ നമ്മുടെ സീറോളജിസ്റ്റ് ആയിരുന്ന അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ ഒത്തിരി സംഭവങ്ങൾ ഇതുപോലെ ഞാനിത് കണ്ടതാണ്. അതെ അതെ ഞാൻ നേരിട്ട് നോക്കി നിൽക്കുകയാണ്. പക്ഷെ എനിക്കൊരു ഒന്നും പറയാൻ പറ്റുന്നില്ല. ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ വേറൊരു സ്റ്റേജിലേക്ക് എന്റെ അടുത്ത് ആരുമില്ല. ടോട്ടലി ലോൺ. മനസ്സിലായോ? ആ സമയത്ത് ഇങ്ങനൊരു സംഭവം കണ്ടു. എനിക്ക് എന്നാ ഒരു ഭയമൊന്നും അതിൽ തോന്നിയില്ല. പക്ഷെ എന്താണെന്ന് അറിയാനുള്ളൊരു ആ ഒരു ക്യൂരിയോസിറ്റി ബൈക്കുമ്മയാണ്. ഞാൻ ബൈക്ക് എടുത്ത് പതുക്കെ പുറകെ പോവാന്ന് പറഞ്ഞാൽ അതിന്റെ പുറകെ പോയതല്ല, അവിടെ നിന്ന് മാറണം എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ പോകുമ്പോ കുറച്ച് മുമ്പിലായിട്ട് ഇദ്ദേഹം നടന്നു പോകുന്ന കണ്ടു. പക്ഷെ എന്റെ വണ്ടി എടുത്തിട്ട് ഇപ്പൊ ഇദ്ദേഹത്തിനെ കാണാനില്ല. ലൈറ്റ് അടിക്കുമ്പോ ഇങ്ങനെ കാണാൻ എക്സ്പീരിയൻസ് ഉണ്ട്. ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ കണ്ടതാണ്. മനസ്സിലായി? ഞാൻ കണ്ടതാണ്. എന്റെ കണ്ണിൽ ഇപ്പോഴും കാണുന്നു. അങ്ങനെ രൂപം പൂർണ്ണമായിട്ട് എന്റെ കണ്ണിലുണ്ട്. പക്ഷെ അടുത്തെത്തിപ്പോ ഈ സാധനമില്ല. ഞാൻ പിന്നെ നിർത്തി പരീക്ഷിക്കാനൊന്നും നിന്നില്ല. കാരണം ആ പ്രായം അങ്ങനെയായിരുന്നു. 10-20 വയസ്സ് ആ പ്രായമായിരുന്നു. ഞാൻ വണ്ടി വിട്ടുപോയി. മഴയാണെങ്കിലും കുഴപ്പമില്ല, വണ്ടി വിട്ടുപോയി. നമ്മുടെ സപ്ലിമെന്റൽ ലെവലിന്റെ കാര്യം അത് കൂടെ പറയാനായിട്ട് ഈ ഒരു കാര്യം പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള NDTs ഉണ്ടെന്നുള്ളത് ഏറെക്കുറെ പലയിടത്തും അത് ഇതാവും. എനിക്ക് അറിയാം. നമ്മുടെ ഒരു സുഹൃത്ത് ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലുള്ളതാണ്. പക്ഷെ പുള്ളി ഈ റോഡിന്റെ മെയിൻ MC റോഡാണ്. കിളിമാനൂർ വെഞ്ഞാറമൂടിന്റെ ഇടയ്ക്കുള്ള ഒരു പ്രദേശമാണ്. ഞാൻ പറഞ്ഞത് എക്സാക്ട് ആയിട്ടും പറയുന്നില്ല. അവിടെ പുള്ളിക്ക് എന്തോ ഒക്കെ തോന്നിയിട്ട് പുള്ളി അവിടെ പോയി ഒരു വിളക്ക് കത്തിച്ച് വെക്കുക, തിരി കൊളുത്തി വെക്കുക, ഇങ്ങനെ കുറെ സാധനങ്ങൾ ചെയ്യുന്നു. അത് പുള്ളിക്ക് അറിയില്ല എന്തുകൊണ്ട്. പക്ഷെ അതിനുശേഷം ആ ഭാഗത്തുണ്ടായിരുന്ന കുറച്ച് ഇത് മാറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഈ റോഡിന്റെ പല ഭാഗങ്ങളിൽ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ചില പ്രത്യേകമായ ഏരിയാസിൽ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യാതിരിക്കുക, ബ്രേക്കിന് ഒരു ആക്സിലറേറ്റ് തൊട്ടുക, ചിലപ്പോൾ കണ്ണ് ബ്ലറായി പോവുക, ആ രീതിയിലൊക്കെ ആക്സിഡന്റ് ഉണ്ടാകുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ചില പർട്ടിക്കുലർ ആയിട്ടുള്ള സയൻസ്, ചില ഈ നിഗൂഢ ശക്തികൾ ഉപയോഗിക്കുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർ ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള ചില പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ അത് സബ്ലിമിനൽ ട്യൂണിംഗ് ആണ്. അവിടെ എത്തുമ്പോൾ ഇതിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. വി ക്യാൻ കോൾ ഇറ്റ് ആസ് യന്ത്ര. ആ ഒരു പർട്ടിക്കുലർ യന്ത്ര അല്ലെങ്കിൽ പാറ്റേൺ, ആ പാറ്റേൺസ് ഇവരെ വല്ലാത്ത രീതിയിൽ ഈ പറഞ്ഞ കടന്നു പോകുന്ന ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പൊ അത് വലിയ ഒരു എന്താ പറയുക, സൈക്കോളജിയുടെ അത്രയും വലിയ എലമെന്റ്സ് ഉപയോഗിച്ച് ആളുകളെ ദ്രോഹിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ സബ്ലിമിനൽ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സയൻസ് പരമായിട്ട്, ഇതിന് സൈക്കോളജിക്കലി നമ്മൾ പഠിക്കുന്ന എന്താണെങ്കിൽ, നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സാധനം, ഒരു മ്യൂസിക് ആണെന്ന് നിങ്ങളത് യൂഷ്വൽ വേയിൽ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. പക്ഷെ നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോൾ ഈ സാധനം വെച്ച് കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് വേണ്ട മാറ്റങ്ങൾ എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഈ കുട്ടികളുടെ ഒരു ഫിലിം വന്നിരുന്നു, എന്താണ്, ലയൺ കിങ്. സാർ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന്റെ ടൈറ്റിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സാർ അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സാറിന് ഒന്നും കാണുന്നില്ല. അതിന്റെ ബാക്കിൽ ഒരു അമ്പളം മാത്രമേ കാണുന്നുള്ളൂ. ബട്ട് ഇഫ് യു സൂം ഇറ്റ്, കൂടുതൽ സൂം ചെയ്ത് വരുമ്പോൾ അതിനകത്ത് സാറിന് വേറൊരു സീൻ കാണും. ഒരു നേക്കഡ് ലേഡി ഇരിക്കുന്നത് സാറിന് അതിനകത്ത് കാണാം. കുട്ടികൾ ഇത് കാണുന്ന കുട്ടികളുടെ മനസ്സിൽ സബ്ലിമിനൽ മെസ്സേജ് എന്ന് പറയുന്നത് ഇതാണ് കയറുന്നത്. സ്റ്റാർബക്സിന്റെ കപ്പ് ചായ കുടിച്ചിട്ടുണ്ടോ? സ്റ്റാർബക്സിന്റെ പുറത്തൊക്കെ പോവാണെങ്കിൽ സ്റ്റാർബക്സിന്റെ കോഫിയാണ് ഏറ്റവും കൂടുതൽ. അതിന്റെ എംബ്ലം ഇല്ലേ സാർ, ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. അവര് പറയുന്ന ജലകന്യകയാണ് അവർ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ആക്ച്വലി സാറ് നോക്കിക്കഴിഞ്ഞാൽ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ അത് പണ്ട് കാലത്ത് ഇവര് മന്ത്രവാദങ്ങൾക്കും മറ്റും ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ്. മനസ്സിലായി? ഇതിന്റെ മറ്റൊരു സംഗതി നടക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ഈ കുട്ടികളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരിങ്ങനെ ടെലിവിഷൻ പ്രോഗ്രാംസ് അവർ ശ്രദ്ധിക്കാറില്ല. പക്ഷെ അതിൽ വരുന്ന ജിംഗിൾസ്, ആഡ് വരുമ്പോ അവർ നമ്മളറിയുന്നില്ല. പക്ഷെ അതിനകത്ത് ആ മ്യൂസിക് തന്നെ ആ രീതിയിലുള്ള നൊട്ടേഷൻസ് ക്ലിയർ ചെയ്യും. അവരറിയും. അതല്ല, നമ്മളത് മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല, നമ്മളത് നോക്കൂല, വിട്ടുകളെ ചെയ്യും. പക്ഷെ കുട്ടികളുടെ മനസ്സിലേക്ക് അത് ആഴത്തിലേക്ക് ചെല്ലും. അതാണ് ഈ പരസ്യത്തിലെല്ലാം ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? എല്ലാ പരസ്യത്തിലും അതുകൊണ്ടാണല്ലോ ഇത്രയും സാധനങ്ങൾ പ്രോഡക്ട്സ് വിറ്റ് പോകുന്നത്. അത് കുട്ടികളുടെ മനസ്സിൽ അത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചോക്കോബാർ ആണെങ്കിൽ പോലും അവരുടെ തലയിൽ അത് കയറും. അല്ല, അത് ഒരു ഇന്നർ ട്യൂണിംഗ് ആണ്. അതവിടെ ചെല്ലുമ്പോൾ അവർക്ക് മറ്റൊരു സംഭവമാണ്. നമ്മൾ ഈ വൈകുന്നേരങ്ങളിലാണ് ഇപ്പം കേരളീയർ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കുന്നത്. അതിന്റെ പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
പഴയ അമ്മമ്മമാര് നമ്മൾ ഈ കൊതിക്കൊതുക എന്നൊരു സംഗതിയുണ്ട്. ഈ മുളകും മുളകൊക്കെ എടുത്തൊരു സംഭവം. ഇത് തന്നെയാണ് അവരവിടെ ചെയ്യുന്നത്. ഈ മുളകിനെ വേവിച്ച് പുളിവെള്ളത്തിലിട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിൽ നിന്നുണ്ടാക്കുന്ന ഒരു പർട്ടിക്കുലർ ഒരു ഗന്ധമുണ്ട്. ഇത് വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ നമുക്ക് കിട്ടാണ്, ഇന്നർ റെക്കോർഡ് നമുക്ക് കിട്ടാണ്. അപ്പൊ ശരിക്കും നമ്മൾ പഠിക്കേണ്ട ഒരു ആഴത്തിൽ പഠിക്കേണ്ട ഒരു സബ്ജക്ട് തന്നെയാണ്. ചെറിയ സാധനം മൈൻഡിനെ നിരാകരിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കുകയില്ല. സൈക്കോളജി എവ്രിവെയർ, സൈക്കോളജി ബിക്കോസ് എവരിവെയർ മൈൻഡ് ഇസ് ദേർ. മൈൻഡ് ഉള്ളിടത്തോളം കാലം സൈക്കോളജി. ഇതിപ്പോ നമ്മൾ പറഞ്ഞത് മനുഷ്യന്റെ മനസ്സിന്റെ ചില കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഇത് നമ്മൾ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞു, ഒന്നല്ല ഒറിജിനലായിട്ട് നമ്മൾ ഈ അനിമൽസിനും ബാക്കിയുള്ള ഈ ഇതിനും പിന്നെ മരങ്ങൾക്കുണ്ട്. ഇനി അത് മാത്രമല്ല, ഇനി ഇത് ഇല്ലാതെ ജീവൻ ഇല്ലെന്ന് നമ്മൾ പറയുന്നതിനെ പോലും നമ്മൾക്ക് മരങ്ങൾക്ക് ചെടികൾക്കും ഉണ്ടല്ലോ. നിങ്ങൾ വീട്ടിൽ വെക്കുന്ന ചെടികളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, എന്നെ ഒന്ന് തൊട്ട് തലവിടി നോക്കൂ. അത് എക്സ്പെരിമെന്റ് ഉണ്ടല്ലോ, 3 ചെടികൾ 3. അല്ല, അതിലേക്കൊന്നും പോണ്ട. നിങ്ങൾ ഒരൊറ്റ ചെടി നിങ്ങളുടെ വീട്ടിലുള്ളത് നിങ്ങൾ അതിനൊന്നും ദിവസം തൊട്ട്. അല്ല, അതെ, 3 ഇത് വെച്ചിട്ട് ഒന്ന് നമ്മള് ഇത് നിങ്ങൾ ചുമ്മാ തൊട്ട് തലവിടി. അതുപോലെയാണ് ഒരു ഇതുണ്ട്, മറ്റേ കുട്ടികൾ സ്ഥിരം ഓടിക്കളിക്കുന്ന പറമ്പിലെ മാവുകൾ കായ്ക്കും, അല്ലാത്ത ആരും വരാത്ത ഇതിൽ കായ്ക്കില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ. നിങ്ങളുടെ നാട്ടിലേക്ക് മോതിര വളയം എന്നൊരു സംഗതിയുണ്ട്. കായ്ക്കാത്ത മാവിന്റെ തുമ്പ് വെട്ടിക്കളയും ഒരു ഭാഗം, ഞാൻ വട്ടം കണക്ക് ഇതുണ്ടാക്കിയിട്ട്, അപ്പം പേടിപ്പിച്ചിട്ട് അടുത്ത പ്രാവശ്യം അത്. അപ്പൊ ഇങ്ങനെയൊക്കെ. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് എന്താണ്, ഈ ജീവനില്ലാത്ത സാധനങ്ങളിൽ പോലും ഒരു ഈ മൈൻഡിന്റെ ഇൻഫ്ലുവൻസ് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് 100%. സയൻസ് ഓരോ ദിവസം ഇപ്പോഴും ഓരോരോ കാര്യങ്ങൾ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അവര് പോലും 100% എത്തിയെന്ന് അവർ ക്ലെയിം. ഞാനിപ്പോ തന്നെ പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാല്, കാരണം ഈ ഹിമാലയത്തിലേക്ക് വരുമ്പോൾ വലിയ സന്യാസിമാരുണ്ട്. എം.കെ. രാമചന്ദ്രൻ സാറിന്റെ പുസ്തകത്തിലും അത് എഴുതിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ റോളക്സ് വാച്ച് ഒരു സന്യാസി നോക്കിയിട്ട്, നിങ്ങൾ ഇവിടെ വാച്ച് കിട്ടാൻ പാടില്ല, ഇത് മണിബന്ധം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് ആ വാച്ച് നിന്നു. ഒരിക്കലും നിൽക്കില്ല വാച്ച്, പക്ഷെ അത് നിന്നു. അതെ അതെ അതെ. അതുപോലെ തന്നെ ചില പർട്ടിക്കുലർ ആയ പ്ലേസുകളിൽ പോകുമ്പോൾ അതെന്റെ ഇതെല്ലാം നമ്മുടെ എക്സ്പീരിയൻസ് പറഞ്ഞതാണ്. അപ്പൊ അവിടെ പോകുമ്പോൾ അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ നമ്മുടെ വാഹനം ഓട്ടോമാറ്റിക്കലി ഓഫ് ആയി പോകുക. അപ്പൊ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരുപാട്. അതെ 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 അതെ. അപ്പൊ മനസ്സിന്റെ അഗാധ തലങ്ങളിലേക്ക് കൂടുതൽ പോകാനായിട്ട് ഇങ്ങനെയുള്ള സംവാദങ്ങൾ അല്ലെങ്കിൽ ചർച്ചകൾ നമുക്ക് എല്ലാവർക്കും പ്രചോദനമാകട്ടെ എന്ന് മാത്രം പറയുന്നു. കാരണം മൈൻഡാണ് എല്ലാം. ഈ മൈൻഡിനെ നിഷേധിക്കാനാണ്, അല്ലെങ്കിൽ അതിനെ നിരോധിക്കാനാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. കാരണം അതിനെ നമ്മൾ വെറുതെ വിട്ടു കഴിഞ്ഞാൽ അത് എങ്ങോട്ടൊക്കെ പോകുമെന്ന് നമുക്ക് ഒരിക്കലും അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനെ നമ്മുടെ കുറച്ചെങ്കിലും നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവരാനും അതിനെ കൂടുതൽ അറിയാനും ശ്രമിക്കുമ്പോഴാണ് ഇത് ഒരു വലിയ പാരാവാരമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ എൻ്റെ കയ്യിൽ അബ്നോർമൽ സൈക്കോളജി എന്നൊരു ബുക്ക് ഉണ്ട്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് സ്കൂളിലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലക്ഷദ്വീപ് ടൈമിൽ ഞാൻ വായിച്ചു. അപ്പൊ പ്രിൻസിപ്പൽ ജഗന്നാഥ് സാർ വന്നിട്ട് ചോദിച്ചതാണ്, നോർമൽ സൈക്കോളജി വായിച്ചാലേ ഭ്രാന്താവും, ഈ അബ്നോർമൽ സൈക്കോളജി, ബ്ലാക്ക് സൈക്കോളജി. അതെ അതെ. ബ്ലാക്ക് സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഹൗ ടു ഇൻഫ്ലുവൻസ് സംബഡി. മനസ്സിലായോ? അതും ഒരു സ്ഥലത്തും പഠിപ്പിക്കുന്നില്ല. പക്ഷെ നമ്മൾ പഠിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ ഓരോരോ വിദ്യകൾ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഹരേ രാമ ഹരേ കൃഷ്ണ ആദ്യമായിട്ട് ആ സാധനം അവര് ഇംപ്ലിമെന്റ് ചെയ്തപ്പോ, ഹരേ രാമ ഹരേ കൃഷ്ണ എന്നുള്ളൊരു ആശ്രമം അമേരിക്കയിൽ തുടങ്ങിയപ്പോ ഫണ്ട് ഭയങ്കര ക്രൈസിസ് അവർക്ക്. അന്ന് കന്നഡ എയർപോർട്ടിലൊക്കെ നിന്നവർക്ക് ആൾക്കാരിൽ നിന്ന് പിരിവെടുക്കാമായിരുന്നു. ഇവര് നോക്കി പിരിവെടുക്കാനായിട്ട് ആൾക്കാർ ഈ അവരുടെ ഡ്രസ്സൊക്കെ ഇട്ട് പോയി 10 പൈസ കിട്ടുന്നില്ല, ഒരാളും 1 രൂപ കൊടുക്കുന്നില്ല. അവരെന്ത് ചെയ്യുന്ന ഡാർക്ക് സൈക്കോളജി അവിടെ ഉപയോഗിച്ച രീതിയാണ് പറയുന്നത്, ഇൻഫ്ലുവൻസിങ്. അവരവിടെ പോയി നിന്നിട്ട് ഇവർ ഈ ആൾക്കാർ പാസഞ്ചേഴ്സ് പുറത്തേക്ക് വരുന്ന വഴിയിൽ നിൽക്കും, ഒരു പൂച്ചെണ്ട് കൊടുക്കും കടന്നു വരുന്ന വ്യക്തിക്ക്. അയാളത് വാങ്ങും ഫോർ നത്തിങ്, ഒന്നും വാങ്ങിക്കുന്നില്ല. അവരങ്ങ് ആ പൂച്ചെണ്ടും ആയിട്ട് അവരങ്ങ് നടന്നു പോകും. കാരണം ഇവരൊന്നും ഡൊണേഷൻ ഒന്നും ചോദിക്കുന്നില്ലല്ലോ. ഇവർ പോകുന്ന വഴിയിൽ ഹരേ രാമ ഹരേ കൃഷ്ണ ബോർഡും വെച്ചിട്ട് ഒരു ബോക്സും വെച്ചിട്ടുണ്ടാവും, സംഭാവന ബോക്സും വെച്ചിട്ടുണ്ടാവും. ഈ വരുന്ന വ്യക്തി എന്തെങ്കിലും ഇവര് സമ്മാനം തന്നില്ലേ, എന്തെങ്കിലും കൊടുക്കാതെ പോവും. ഇൻഫ്ലുവൻസിങ് $1 മൈലിടും. ഇത് കഴിഞ്ഞാൽ ഈ പൂവ് ഇവർക്ക് ഒരു ഉപയോഗമില്ല. കുറച്ച് അപ്പുറത്ത് പോകുമ്പോൾ അവിടെ ഒരു കച്ചറ ഡബ്ബ വെച്ചിട്ടുണ്ടായിരിക്കും ഇടും. അവിടെ തന്നെ ആള് വേറെ നിൽക്കുന്നുണ്ട് ഇത് പെറുക്കാൻ, ഈ പൂക്കള് പെറുക്കാൻ. ഇതുകൊണ്ട് വീണ്ടും വരും. അങ്ങനെ അവര് മില്യൺസ് ഉണ്ടാക്കി ഹരേ രാമ ഹരേ കൃഷ്ണ. ഇതാണ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞ ആ ഇതിൽ പറയുന്ന കാര്യങ്ങൾ. എങ്ങനെയാണ് ഡാർക്ക് സൈക്കോളജി വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഏതെല്ലാ രീതിയിൽ നമുക്ക് ആളുകളെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാം, നമ്മൾ ചെയ്യുന്നു. നമ്മൾ അറിയാതെ പോലും നമ്മളിത് അറിയാതെ തന്നെ നമ്മളെ എല്ലായിടത്തും ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലായോ? എല്ലായിടത്തും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ചില ആൾക്കാർക്കുള്ള സൈക്കോളജി എന്ന് പറഞ്ഞ മേഖലയിൽ കടന്നു വരാൻ ഒരു വിമുഖതയുണ്ട്. പണ്ടൊരു കോളേജ് അധ്യാപകനോട് ഒരു രക്ഷാകർത്താവ് ചോദിച്ചു, ഞാൻ ഏത് സബ്ജക്ട് എടുക്കട്ടെ?
സൈക്കോളജി എടുക്കുന്നത് നല്ലതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു സൈക്കോളജി ബാക്കിയുള്ള വിഷയക്കാർ ഡിഗ്രി കഴിഞ്ഞിട്ട് അവർ ജോലിക്ക് വേണ്ടി അന്വേഷിക്കും, ആ സൈക്കോളജി എടുത്താൽ കുഴപ്പം വരില്ല. അവർ രക്ഷാതെ വെച്ച് അതെന്താ പെട്ടെന്ന് ജോലി കിട്ടും, ഇല്ല 2 വർഷം ആകുമ്പോൾ ഭ്രാന്താവും. ഇതൊരു കോൺസെപ്റ്റ് നമ്മുടെ നാട്ടിൽ ഉള്ളതാണ്, എല്ലാ മനുഷ്യനുള്ള. ഹിപ്നോസിസ് തന്നെ പലപ്പോഴും ഞാൻ കമന്റ്സ് കണ്ടിട്ടുണ്ട്, ആൾക്കാർ എഴുതുന്ന കമന്റ്സ് കണ്ടിട്ടുണ്ട്. ഹിപ്നോസിസിന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കംപ്ലീറ്റ് അവരെ അടിമകളാക്കി അവര് നിങ്ങൾ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും. ഇത് എന്തത്, ഈ അടിമകളെ മുഴുവൻ ഞാൻ എവിടെ കൊണ്ടിട്ട് വളർത്തും? എന്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ആകെ എനിക്കും എന്റെ ഭാര്യയ്ക്കുള്ള സ്ഥലമുള്ളൂ, ഞാൻ അതിന്റെ കൂടെ 10 അടിമകളെ കൊണ്ടിട്ട് വീട്ടു ജോലിക്ക് ഒരാളെ കിട്ടുന്നില്ല സാറേ. അത് ബുദ്ധിമുട്ടിരിക്കുമ്പോഴാണ് ഇത് പറയുന്നത്, അടിമകളാക്കുന്നത്. അത്ര വിവരക്കേടാണ് നമ്മുടെ ആൾക്കാർക്ക്. സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ ഭ്രാന്താവും എന്ന് പറയുന്ന പ്രൊഫസേഴ്സും പ്രിൻസിപ്പൽസും ഉള്ള ഇത് വേറെ എവിടെയുമില്ല. ഈ ഹിപ്നോസിസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ യൂറോപ്യൻ കൺട്രീസിലും മറ്റുള്ളിടത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് ചായ കുടിക്കാൻ പോകുന്നു, ഒരു തെറാപ്പി നടന്നു, അത്ര സിമ്പിളാണ്. പക്ഷെ ഇവിടെ തെറാപ്പിക്ക് ഞാൻ എന്റെ വീടിന്റെ പുറത്തൊരു ബോർഡ് പോലും വെച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് വരാൻ പറ്റില്ല. അപ്പുറത്തുള്ള വീട്ടുകാർ ഇങ്ങനെ എത്തിച്ചു നോക്കിക്കൊണ്ടിരിക്കും, ഭ്രാന്തന്മാരല്ലേ വരുന്നത് മുഴുവൻ, അതുകൊണ്ട് വെച്ചിട്ടില്ല. അല്ല, അതാണ് നമ്മുടെ കോൺസെപ്റ്റ്. നമ്മുടെ നാട്ടിൽ ചിന്താഗതി അതാണ്. ഇപ്പൊ ഞാൻ എന്നോട് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എന്നോട് ആൾക്കാർ ചോദിക്കും എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയും, വല്ല ബിസിനസ് ആണോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. കാരണം ഹിപ്നോതെറാപ്പിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അപ്പൊ അവര് കണ്ണുപത്തും, ദൈവമേ ഇപ്പൊ എന്നെ മയക്കും. എനിക്ക് ഇവരെ മയക്കിട്ട് എന്തോ കുന്തം കിട്ടാനാ, വേറെ പണിയൊന്നുമില്ല ഇവരെ മയക്കാനായിട്ട്. ഇവിടെ തന്നെ റിസപ്ഷനിൽ എന്നോട് ചോദിച്ചു എന്താ ചെയ്യുന്നത് ചോദിച്ചു. അപ്പൊ ഞാൻ എന്റെ ID കാർഡ് കാണിച്ചു കൊടുത്തു. ഹിപ്നോട്ടിസ്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ID കാർഡാണ് കാണിച്ചു കൊടുത്തു. സാറ് പൊക്കോ. ഞാൻ ചാരുപൊക്കോ എന്ത്, ഞാൻ നിങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ വന്നോ? ഞാൻ ഒന്നിനും വന്നില്ല. പിന്നെ അങ്ങനെയല്ല സാർ, എനിക്ക് ഭയങ്കര പേടിയാണ്. ഇതാണ് നമ്മുടെ നാട്ടിലെ കോൺസെപ്റ്റ്. ശരി, എന്തായാലും കോൺസെപ്റ്റുകളൊക്കെ മാറട്ടെ. അത്രേ പറയാൻ പറ്റും. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത കാലത്തൊന്നും മാറില്ല. അതെ കാരണം ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന കമന്റ്സ് ഇങ്ങനെയാണ് നമ്മളോട് ആൾക്കാർ ചോദിക്കുന്നത്. കോള് കട്ട് ചെയ്തോ ആരെങ്കിലും ആയിക്കോട്ടെ. അത്യാവശ്യം മാനസിക രോഗിയാണ്. അപ്പൊ ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച് സർ. സച്ച് ആൻ ഓപ്പർച്യൂണിറ്റി ടു ബി വിത്ത് യു. താങ്ക് യു. വളരെ നന്ദി സാറിനെ പോലുള്ള ഇത്രയും വലിയൊരു കുറച്ച് നമ്മളെന്തായാലും കുറച്ച് അകത്തോട്ട് ഇറങ്ങി പോകാൻ പറ്റും തോന്നുന്നു ഈ ഒരു സെഷനിൽ. ദൈവത്തിന്റെ അനുഗ്രഹം. ശരി, താങ്ക് യു.